ഇപ്പോഴും ഒരു 1-2 വർഷത്തിലാണ് ഓരോ പുതിയ ഫീൽഡ് വരുന്നത്. കമ്പയർ ടു ടെക് ഫീൽഡ് ഐ തിങ്ക് ഓരോ മാസത്തിലും പുതിയ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ജോബ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എന്താ സ്റ്റുഡന്റ് ആണ്. ഓരോ ടൈമിൽ നമ്മൾ എന്താണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടാലും നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റും. നമ്മള് പ്ലസ് ടുവില് കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ലൈക്ക് ഇനിയിപ്പോ കോളേജിൽ സൈഡായിട്ട് കോഡിംഗ് പഠിച്ചിട്ടും കാര്യമില്ല. ഒരു ഹ്യൂമൻ ആയിട്ട് ഒരു കട നടത്തുന്നുണ്ട്, ഒരു റോബോട്ടും ഒരു കട നടത്തുന്നുണ്ട്. ഒരു കുട്ടിയാണ് വളരെ വിശന്നിട്ട് ആകെ എന്താ പറയാ ഒരു പട്ടിണിയിൽ പരിവർത്തി ജീവിച്ചൊരു കുട്ടി വന്നിട്ട് ഒരു ഇത് ചോദിച്ചു, കുട്ടീനെ പൈസ അല്ല, റോബോട്ടിന് ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? പറ്റിയ പക്ഷേ ഒരു പക്ഷെ മരിച്ചേക്കാം എന്താ ഈ ഭക്ഷണം കിട്ടാതെ. കോഡ് കൊണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മില്യൺസ് ഓഫ് യൂസേഴ്സ് വന്ന് ആ ഒരു വെബ്സൈറ്റ് ക്രാഷ് ആയി പോയി. പിന്നെ ഇവർക്ക് ഇതെങ്ങനെ ഫിക്സ് ആക്കണം? ഹായ് ഗൈസ്. ഹായ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു എവരിവൺ. വിളിച്ച സമയത്ത് നമ്മൾ പുതിയൊരു പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെ തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ. വിളിച്ച സമയത്ത് തന്നെ ഒരു മടിയില്ലാതെ പോഡ്കാസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. സോ പുതിയ പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക് എന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ AI. ലൈക്ക് ഇപ്പോൾ ടെക് ഫീൽഡ് IT ഫീൽഡിൽ മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് AI ടെക് ഫീൽഡ് ലൈക്ക് റീപ്ലേസ് ചെയ്യുക, നമ്മുടെ ജോബ് റീപ്ലേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൽക്കൂടി നമുക്ക് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അൻഷിത, എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഓക്കെ, ഹായ്, ഞാൻ അൻഷിത. മൈ നെയിം ഇസ് ജൽവ. ഹായ്, ഞാൻ അരുൺജിത്ത്. ഞാൻ നജാദ്. ഓക്കെ, സോ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ അല്ല, ലൈക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ആക്കാരം. ലൈക്ക് കുറേ അധികം ഫീൽഡ് ഉണ്ട് നമ്മളെ സൊസൈറ്റിയിൽ. ഇപ്പോൾ നമ്മൾ കറന്റ് ഇപ്പം കുറേ ഫീൽഡുകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്ന് ടെക് ഫീൽഡുകളെല്ലാം ചൂസ് ചെയ്യാൻ കാരണം? ഓക്കെ, ടെക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും എവിടെയാണെങ്കിലും ടെക് ഉണ്ട്. അതുപോലെ തന്നെ ടെക് ഭയങ്കര ഇവോൾവിംഗ് ആണ്, അഡ്വാൻസിങ് ആണ്, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ആയിക്കൊണ്ടു. ഒരു ഫീൽഡ് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. അതേപോലെ നമ്മള് ഇപ്പോ ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് എടുത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഫീൽഡ് എനിക്ക് ബേസിക്കലി ബയോളജിക്കൊന്നും പോകാനുള്ള താല്പര്യമില്ല. അപ്പൊ അങ്ങനെ എടുത്തതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായി ലൈക്ക് എന്താണ് ഡെയിലി നമ്മൾ ഗ്രോത്ത് ബേസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഫീൽഡാണത്. അപ്പോൾ അങ്ങനെ ഇപ്പൊ അതിലോട്ട് അഡാപ്റ്റ് ആയി. ഇപ്പൊ ഇഷ്ടമാണ് ഇങ്ങനെ സെൽഫ് ലേണിംഗ് കൂടി ആണല്ലോ. ഭയങ്കര ക്യൂരിയസ് ആണ്. ലൈക്ക് ഓരോ ദിവസവും ടെക്കിൽ ഇങ്ങനെ ചേഞ്ചസ് വരാം. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കണം. അത് നല്ലൊരു ഭയങ്കര ക്രേസ് ആക്കാലോ, ഇൻട്രസ്റ്റിംഗ് ആണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. ആ ഒരു സ്പാർക്ക് കിട്ടും. ഓക്കെ, സൈലന്റ് ആണ് എന്തെങ്കിലുമൊക്കെ. അതല്ല, ഇനിയിപ്പോ നമ്മൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാല് AI അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോ ടെക് ഫീൽഡ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടം വരാനില്ല. അതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് ചൂസ് ചെയ്യാൻ. ഓക്കെ, സോ നമ്മളിപ്പോ 1.5 year ആയിട്ട് ടെക് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കാര്യങ്ങളില്ലേ എനിക്കുണ്ടായ ചേഞ്ച്, അതിപ്പോ നിങ്ങൾ തുടങ്ങിയ സമയത്ത് ആളാവില്ല ഇപ്പൊ നിങ്ങൾ ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾക്ക് വന്നൊരു ചേഞ്ച് അത് ഷെയർ ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ പറയാം. അതായത് സംഭവം ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോ, അതായത് ഫസ്റ്റ് നമ്മളൊരു സ്പൂൺ ഫീഡിംഗ് എന്ന് നമ്മൾ സെൽഫ് ലേണിങ്ങിന്റെ ഇതിലോട്ട് വന്ന സമയത്ത്, ഞങ്ങൾ ഇപ്പൊ പഠിക്കുന്നത് സെൽഫ് ലേൺ ആയിട്ടാണല്ലോ. അപ്പോൾ നമ്മളിവിടെ അതും നമ്മൾ ഒറ്റക്ക് ഓരോ ഡോക്യുമെന്റേഷൻസും വീഡിയോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്ന നേരത്ത്, അതേപോലെ നമ്മൾ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആണ്, മേൺ സ്റ്റാക്ക് ആണ്. അപ്പോൾ അത് നമ്മൾ ഓരോ കോഡിൽ ഓരോ ലോജിക് ഉണ്ടാവുമല്ലോ ബിഹൈൻഡ് ദ സീനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മളെ വീക്കൊക്കെ കഴിഞ്ഞ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് വന്നൊരു വലിയ ലൈക്ക് ചേഞ്ച് ആയിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ, ലോജിക്കലി തിങ്ക് ചെയ്യാം. ലൈക്ക് ഐ മീൻ നമ്മൾ എന്തൊരു കാര്യം കണ്ടാലും അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ലോജിക്. ഇപ്പൊ ലിഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബിഹൈൻഡിലുള്ള ആ ലോജിക്ക്, അതെന്താ ഇങ്ങനെ കൂടെ നമ്മൾ ഇപ്പൊ ചിലപ്പോ ലേറ്റ് ആയി വരുന്ന സമയത്തേക്കാരും നമുക്ക് ലൈക്ക് നിങ്ങൾക്കൊക്കെ ആപ്പ് ഒക്കെ വർക്ക് ചെയ്യണത്, അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഇപ്പൊ എത്രത്തോളം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇഷ്ടം പോലെ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഹാൻഡിൽ ചെയ്യണം? ഇപ്പൊ ജല പറഞ്ഞ പോലെ ഈ ലിഫ്റ്റിന്റെ കാര്യമൊക്കെ ലൈക്ക് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് കുറച്ചും കൂടി അത് ലോജിക്കലി എങ്ങനെ ചെയ്യാൻ പറ്റാന്ന് പറയുന്നു. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അതാണ് എനിക്ക് ചിന്തിക്കാൻ എനിക്ക് പൊതുവായിട്ടുള്ള മാറ്റം അപ്ഡേറ്റ് ആവാൻ തുടങ്ങി. ഞാൻ ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ആ ഫീൽഡിനെ വിട്ട് വെച്ചാൽ സ്റ്റക്കായി പോരും. ഇപ്പോഴും ഒരു 1-2 വർഷത്തിലാണ് ഓരോ പുതിയ ഫീൽഡ് വരുന്നത്. കമ്പയർ ടു ടെക് ഫീൽഡ് ഐ തിങ്ക്
ഓരോ മാസത്തിലും പുതിയ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. നമ്മള് ജോബ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എന്താക്കും സ്റ്റുഡന്റ് ആണ്. ഓരോ ടൈമിലും നമ്മൾ എന്താണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടാലും നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റണം. മെയിൻ ചേഞ്ച് ലൈഫ് ലോങ് ലേണിംഗ് പോലെ അല്ലേ? ലൈഫ് ലോങ് ഒരു സ്റ്റുഡന്റ് ആയിരിക്കും നമ്മൾ. പിന്നെ എനിക്ക് ചോദിക്കാന്ന് വെച്ചാൽ കമ്പയറിംഗ് ടു ട്രഡീഷണൽ സ്റ്റഡീസ് ലൈക്ക് നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു രീതിയിലല്ലാത്ത നമ്മൾ പഠിക്കണം. അതായത് കംപ്ലീറ്റ്ലി നമ്മൾ സെൽഫ് ലേണിംഗ് ആണ്. അതായത് നമ്മൾ ആഴ്ചയിൽ നമുക്ക് ആ റിവ്യൂവേഴ്സ് എടുക്കണ ഒരു റിവ്യൂ അല്ലാതെ ലൈക്ക് നമ്മൾ പഴയൊരു സ്കൂൾ ഒരു ഇത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ അതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ലൈക്ക് ഇതാണോ ബെറ്റർ അതാണോ ബെറ്റർ? ചിലപ്പോൾ നമ്മൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ റിസോഴ്സസും കാര്യങ്ങളും കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ സ്റ്റുഡൻസിനും ഓരോ ടൈം ലൈനും വേണ്ടി വരും പഠിക്കാൻ. ഇപ്പം നമുക്ക് ഇവിടെ ആണെങ്കിൽ തന്നെ ലൈക്ക് ഇപ്പോൾ ഒരു കേസ് എടുക്കുകയാണ്, സ്കൂളിൽ ഒരു കേസ് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മളെല്ലാവരും ഒരേ ടൈമിൽ പഠിച്ചു തീർക്കണം. പക്ഷെ ആ കേസല്ല സെൽഫ് സ്റ്റഡിക്ക് വരുമ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ടൈം എടുക്കുക അത് പഠിച്ചു തീർക്കാൻ. അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിക്കണം. പിന്നെന്താ, പിന്നെ നമ്മളെ സ്കില്ല് കൂടുതൽ മറ്റേത് നമുക്ക് തരുന്ന സാധനം നമ്മൾ പഠിക്കല്ലേ. എന്താ പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി ഇപ്പോൾ ഒരു റിവ്യൂ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാത്ത വീക്ക് പോയിന്റ് നമുക്ക് മനസ്സിലാവും. നമ്മളത് അന്വേഷിച്ചിട്ട് എടുക്കുമ്പോൾ അതൊരു വേറെ ഇതാണ്. ഒബ്വിയസ്ലി സ്റ്റക്ക് ആവട്ടോ സെൽഫ് ലേണിംഗിൽ ഒരു പോയിന്റിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ. പക്ഷെ അതൊരു ആ ഒരു ഇത് കിട്ടിയാൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് സെൽഫ് സ്റ്റഡി ആവുമ്പോൾ അല്ലേ? പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, അതായത് ഇതിന് വരുന്നതിന് മുന്നേ ലൈക്ക് ആദ്യം എന്തെങ്കിലും കണ്ടേ നമ്മളതിനെ കുട്ടിയെന്ന്. പക്ഷെ ആ ടെക് ഫീൽഡ് നമ്മൾ ഈ സെൽഫ് ലേണിംഗ് തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി സെർച്ച് ചെയ്യുക, അതിനെ പറ്റി വലിയ കാര്യങ്ങൾ അത് സത്യം. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ക്യൂരിയസ് റിസർച്ച് സ്കില്ല് കൂടും. നമ്മളിപ്പോ ജനറൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലൈക്ക് അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ പോലും നമ്മൾ അതിലുള്ള ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഇതുണ്ടാവും, പോയിന്റ് ഉണ്ടാവും. അതിനപ്പുറം നമ്മൾ പഠിക്കൂല. അപ്പൊ ഇപ്പൊ സെൽഫ് ലേണിംഗ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പോ ഒരു പർട്ടിക്കുലർ ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാൻ സത്യം. അത് നമ്മളെ ടൈമിനനുസരിച്ച് നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് മെയിനായിട്ട് വന്നൊരു മാറ്റം. പിന്നെ എന്താ വെച്ചാല് ഈ ടെക് ഫീൽഡാണ്, അത് പെട്ടെന്ന് ചാടുന്ന സമയത്ത് എല്ലാവരും എന്തെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഒരു സ്റ്റക്കായി പോണ ഒരു പോയിന്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നമ്മളിപ്പോ IT അറിയാതെ ഇപ്പൊ ഞങ്ങളൊക്കെ +2 കഴിഞ്ഞ് വന്നത്. അപ്പൊ നേരെ IT വന്നപ്പോ ഒരുപാട് പോയിന്റ്സ് നമ്മൾ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നമ്മള് +2 കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ലൈക്ക് ഇപ്പൊ കോളേജിൽ സൈഡായിട്ട് കോഡിങ് പഠിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോ എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ. ലൈക്ക് നമ്മളൊരു C++ കോഡ് അടിച്ചിട്ട് ഇവിടെ വരുമ്പോ നമ്മളെന്തോ വേറെന്തോ സംഭവമാണ്. ലൈക്ക് ബിഹൈൻഡ് സീനും മറ്റേ DSA മറ്റേത് കുറച്ചൊക്കെ. പിന്നെ ഇവിടെയൊക്കെ വന്ന സമയത്ത് കോഡിങ് പറഞ്ഞ ക്രേസിൽ വന്നപ്പോ ഇവിടെ റിയാലിറ്റി ഹിറ്റ് ചെയ്തത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ആ ഒരു സംഭവത്തേക്ക് ട്രാക്കിൽ കയറാൻ നല്ല ടൈം എടുത്തിട്ടുണ്ട്. ലൈക്ക് ഓരോരുത്തരുടെ ടൈം എടുക്കും. തിയറിന്ന് പെട്ടെന്ന് നമ്മൾ പ്രാക്ടിക്കലേക്ക് മാറുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവിടെ തിയറി കൺസെപ്റ്റ് മാത്രം നമ്മൾ എന്താക്കും, നമ്മൾ ഗ്രാസ്പ് ചെയ്യണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തായി, പ്രാക്ടിക്കലായി ചെയ്യാൻ തുടങ്ങി, ഓരോ വർക്കിംഗ് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടാവില്ലേ, പഠിച്ച് കഴിയുന്നൊരു അത് ഒബ്വിയസ്ലി ഇവിടെ വന്നിട്ടാണ്. ഇപ്പൊ നമുക്ക് എന്തൊരു ടാസ്ക് എന്നാലും നമുക്ക് ഇപ്പൊ ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് അങ്ങനെയാണല്ലോ. ഒരു ടാസ്ക് എന്നാൽ ഓക്കെ, നമ്മളത് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും. അത് തീർക്കും നമ്മള്. അതേപോലെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോപ്പിക് കിട്ടിയാല് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ആദ്യം കിട്ടും നോക്കും. ലൈക്ക് ഈഗോ പ്രശ്നം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും ടോപ്പിക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടോപ്പിക് വന്നാല് ഫസ്റ്റ് എന്നെ കൊണ്ട് പറ്റും നോക്കും. എന്തേലും പിന്നെ പറ്റുന്നില്ല രണ്ടാമത്തെ കണ്ടു വെച്ചു ഈഗോക്ക് ഇഷ്ടമായി അത് ഞാൻ പിന്നെ വേറെ മെയിൻ ടോപ്പിക് പറഞ്ഞാല് AI ലൈക്ക് ജോബ് റീപ്ലേസ് ചെയ്യുന്നു. അതിപ്പോ പുതിയ ടെക് ഫീൽഡിൽ കടന്നു വരുന്ന ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഇപ്പൊ പുറത്തുനിന്ന് പെട്ടെന്ന് ടെക് ഫീൽഡ് ചോദിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഒരു ഡൗട്ടാണ് എന്ത് ജോബ് റീപ്ലേസ് ചെയ്യും. ഇപ്പൊ നമ്മള് എൽമസ്ക് ഒക്കെ നമ്മൾ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് റീപ്ലേസ് ചെയ്യും പെട്ടെന്ന് തന്നെ 2030 ആകുമ്പോഴത്തേക്ക് കഴിയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണെങ്കിൽ തുടങ്ങാം. അപ്പോ ഇപ്പൊ നമ്മൾ ഏകദേശം 1.5 years ആയി. സോ ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ലൈക്ക് AI റീപ്ലേസ് ചെയ്യുമോ, അത് ഫ്രഷേഴ്സ് നല്ല ബാധിക്കുമോ, അതോ AI വെച്ച് നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് AI വെച്ച് നമുക്ക് കൂടുതൽ കാര്യം പഠിച്ച് നമുക്ക് ഇപ്പൊ ഇവര് പറയണ മാതിരി അല്ലാതെ എന്താ പറയാ, ഇപ്പൊ എല്ലാവരും പറയുന്ന വെച്ചാൽ റീപ്ലേസ് ചെയ്യുന്ന പറയാം. അതിന് പകരം നമുക്ക് AI യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിക്കൂടെ? രണ്ട് സൈഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമുക്ക് പോകാം.
അപ്പൊ അതിനെ പറ്റിയെങ്കിൽ Thought. മൈൻഡ് ലൈക്ക് തോട്ട്. Yeah. അതിപ്പോ ഈ ടെക് ഫീൽഡിൽ മാത്രമല്ലല്ലോ AI എന്താ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോണത്. അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആൾക്കാർ പറയുന്ന സമയത്ത് ഡോക്ടേഴ്സിന് ഇപ്പൊ സർജറി കാര്യങ്ങളൊക്കെ കേസ് നടത്തുന്നുണ്ട്. മീൻസ് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാത്ത കുറെ അതിലിപ്പോ ശ്രദ്ധിച്ചറിയില്ല ഒരു വേറെ ഇതുണ്ടായിരുന്നു. അതായത് ഒരു ക്യാൻസർ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിച്ചു ക്യാൻസർ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടുപിടിച്ചു. ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോ എല്ലാരും വിചാരം ടെക് ഫീൽഡ് മാത്രമേ കളിയുള്ളൂ. ആ, സത്യം പറഞ്ഞാൽ എല്ലാ എല്ലാ ഫീൽഡിലും ഫീൽഡിലും എല്ലാരും നല്ല ഫീൽഡിലും ആൾക്കാരും അങ്ങനെയാണ് വിചാരിച്ചത്. പോകുന്ന പറയാൻ പറ്റില്ല, നല്ലത് വരും. ലൈക്ക് ഇപ്പോ നമ്മൾ പണ്ടൊക്കെ കാൽക്കുലേറ്റർ വന്നു കഴിഞ്ഞാൽ എല്ലാ മാത്തമാറ്റിക്സ് പണി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ശരി, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? AI റീപ്ലേസബിൾ ആണോ ചോദിച്ചാൽ നമ്മൾ AI യൂസ് ചെയ്യാൻ പഠിക്കണം. ഈ യൂസ് ചെയ്യാൻ ലൈക്ക് AI യൂസ് ചെയ്യാത്ത ചില ആൾക്കാരത് ചിലപ്പോൾ റീപ്ലേസബിൾ ആൾക്കാരാ. പിന്നെ എങ്ങനെ പറയാ, അതായത് ഇപ്പൊ AI എന്ന് പറയുമ്പോ നമ്മള് ബേസിക്കലി ഇപ്പൊ അൻഷിത പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യാൻ അറിയണം. നമ്മൾ അതിനെ ഫുൾ ഡിപ്പെൻഡന്റ് ആവുന്ന സമയത്താണ് ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു ലൈക്ക് മാസ് ഡയലോഗില്ലേ, AI നമ്മൾ യൂസ് ചെയ്യണം. ലൈക്ക് AI നമ്മൾ യൂസ് ചെയ്യണ പോലെ ലൈക്ക് നമ്മൾ AI പണിയെടുപ്പിക്കണം, AI നമ്മളെ പണിയെടുപ്പിക്കണം അതൊരാവത്ത്. അപ്പോ ആ ഒരു അതിന്റെ ഒരു ബേസിക്കലി അതിന്റെ ഒരു ചുറ്റുവട്ടത്താണല്ലോ നമ്മള് എങ്ങനെയാണ് അതിന്റെ വർക്ക്. അതായത് നമ്മള് ഇപ്പൊ റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്ന സംഭവമുണ്ട്, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ ലേണിംഗിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ AI ഡിപ്പെൻഡ് ആക്കരുത്. ലൈക്ക് എനിക്കും അങ്ങനത്തെ കുറെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ നമ്മളിപ്പോ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് AIയിൽ ഡിപ്പെൻഡന്റ് ആയി ചോദിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ AI ഡിപ്പെൻഡന്റ് ആവുന്നതാണ്. അതിന്റെ ഒരു കോർ ഐഡിയ നമുക്ക് കിട്ടൂല. പിന്നെ നമ്മൾ ഒറ്റക്ക് റിസർച്ച് ചെയ്ത് പിന്നെ അത് AI ഹെൽപ്പ് വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോ അപ്പൊ നമ്മളെ ട്രാക്ക് പോകും. അപ്പം നമുക്ക് വേണ്ടിട്ട് AI പിന്നെ പണിയെടുപ്പിക്കാം. അയാൾക്ക് വയറിലെന്താണ് മറ്റേ വൈബ് കോഡിങ്. ഞാൻ എന്റെ അഭിപ്രായം ലൈക്ക് എന്താണ്, നല്ലതാണോ അതോ ചീത്തതാണോ? നല്ലതാണ്. പണിയാവും. പണി പോകും, കുറച്ച് പണികൾ പോകും. റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന എന്താ പറയുക റൂൾ ബേസ്ഡ് ആയിട്ടുള്ള പണികളൊക്കെ പോകും. അതായത് ഒരു സെറ്റിംഗ് റൂൾസ് പോലെ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ കൺട്രോൾ വേണ്ടാത്ത പണികളൊക്കെ പോകും. പോകുന്നല്ല, ഫുൾ റീപ്ലേസ് ചെയ്യാൻ പണികൾ. ആ പണികൾ പൊതുവെ കുറവാണ് ലോകത്ത്. പിന്നെ ഒന്നുകൂടി എഫിഷ്യൻ്റ് ആവും. നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു അത് വെച്ച് നമുക്ക് ജോബ് കിട്ടാൻ തുടങ്ങും. ലൈക്ക് പുതിയൊരു പണി വന്നു, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വന്നില്ലേ, നല്ലൊരു പണിയല്ലേ അത്. ഈ സാലറി പാക്കേജ് ഈ സാലറി പാക്കേജ് നമ്മളെ ക്രിയേറ്റീവ് തിങ്കിങ് മാത്രം മതിയാണ്. അപ്പോൾ ഒന്നുകൂടി എഫിഷ്യൻ്റ് ആക്കും പല പണികളും. അത് അറിയാത്ത ആൾക്കാരെ പണി പോകും, ഇത് ഉപയോഗിക്കുന്ന അറിയുന്ന ആൾക്കാർക്ക് പണികൾ വന്നുകൊണ്ടിരിക്കും. AI നമ്മൾ ജസ്റ്റ് ഒരു അസിസ്റ്റന്റ് ആയിട്ട് വെക്കാം. നമ്മളെ കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് AI യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു അസിസ്റ്റന്റ് രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് AI യൂസ് ചെയ്യാതെ ഇരുന്നാൽ അവിടെ ടൈം എഫിഷ്യൻസി ഒരുപാട് റീപ്ലേസ് ചെയ്യും. നമ്മളെ പ്രൊജക്റ്റിൽ കാര്യങ്ങൾ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്, ഫിൽട്ടർ ചെയ്യാനോ ചാറ്റിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ മെയിൻ തോന്നിയ ഇഷ്യൂ ആണ് ലൈക്ക് ഈ സെക്യൂരിറ്റി ബേസ് ആയി ബാങ്കിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ AI യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കീസും സെക്യൂരിറ്റീസും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഇഷ്യൂ വരുന്നുണ്ട്. AI യൂസ് ചെയ്യുന്ന നമ്മൾ ലീക്ക് ആകുക പോലെ എന്തായാലും സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതൊക്കെ തന്നെ ഒരു ഗ്ലോബലി നമുക്ക് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ലൈക്ക് പിന്നെ റെഫറൻസിന് യൂസ് ചെയ്യാൻ സാധനങ്ങളൊക്കെ. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. അതുണ്ടല്ലോ ഇപ്പൊ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഭയങ്കര അൻഷിതനെ പോലെയുള്ള അങ്ങനെയല്ല, ഭയങ്കര ഇങ്ങനത്തെ AI ടൂൾസിനോട് ഭയങ്കര ഇതായിട്ട് നിൽക്കണം, അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം. സ്നാപ്ചാറ്റിലൊക്കെ ആയില്ലേ, അതിന് നമ്മളിപ്പോ അത് ഒരു ടൈം പാസ് ആയിട്ട് ചാറ്റ് ചെയ്യുമ്പോ ഓവർ ചാറ്റ് ആയി പോവും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ആ AI പഠിക്കുകയാണ്, നമ്മളെ ഹ്യൂമൻ ഇമോഷൻസ് പഠിക്കുന്നത് തന്നെയാണ്. അതാണ് AI ഫസ്റ്റ് ഗ്രൗണ്ടിൽ എന്താക്കിയത്, ഫ്രീ ആയിട്ട്. ഓക്കെ അത് നമ്മളെ പഠിക്കാം. കാരണം ഇമോഷൻസ് പഠിച്ചു, ഒരു കുറെ കാര്യങ്ങൾ പഠിച്ചു. എത്രത്തോളം പഠിച്ചേക്കും ഒരു ഹ്യൂമനായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം അതൊക്കെ അവർ പഠിച്ചു. ഹ്യൂമൻ എങ്ങനെ ഒരു AI ആയിട്ട് ഇന്ററാക്ട് ചെയ്യും, ആ കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി ഡാറ്റ കിട്ടി. എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ChatGPT വന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. അത് ആൾക്കാരെ കൊണ്ട് എത്ര ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും അത്ര ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്തു, ഡാറ്റ കിട്ടുകയും ചെയ്തു. അതാണ് അത്. ട്രില്യൻസ് ഓഫ് ഡാറ്റ കിട്ടുകയാണെങ്കിൽ പറയാം. ഒരു പെയ്ഡ് ആക്കുകയാണെങ്കിൽ എന്തായാലും ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് അതിലാണ് പറ്റൂല എന്നുള്ള അവസ്ഥയിൽ കൊടുത്തില്ലല്ലോ, നമുക്കത് വാങ്ങി പറ്റും. ബിസിനസ് ഫോൺ എന്ന സമയത്ത് ആർക്കെങ്കിലും ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തേലും ഫോൺ യൂസ് ചെയ്തത് ഭയങ്കര അഡിക്ഷൻ ആണ്. അഡിക്ഷൻ ആണ്.
ഈ ഡാറ്റയുടെ ഉപയോഗം നമുക്ക് വന്നത് ഫസ്റ്റ് നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ എന്നുള്ള കൺസെപ്റ്റ് ഇല്ലേന്നല്ലോ. അതാ അത് അംബാനി കൊടുന്നു. അതിന് ശേഷം എന്താക്കി, നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ ഇല്ലാതെ പറ്റാതായി. ഇനി അത് പെയ്ഡ് ആക്കാൻ പോവാണ്. പക്ഷെ നമ്മൾ അൺലിമിറ്റഡ് ഡാറ്റ കയറ്റാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. അത് മൊത്തത്തില് എല്ലാ സെക്ടറിലുള്ള ഒരു ഇതല്ലേ ലോജിക്കൽ ഐഡിയ. മൾട്ടിനാഷണൽ കമ്പനി നമ്മളെ പഠിപ്പിക്കും, ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്നിട്ട് നമ്മളെ അതിൽ അഡിക്റ്റ് ആക്കും. എന്നിട്ട് എന്താക്കും, അത് പെയ്ഡ് ആക്കും. അപ്പൊ നമുക്കത് ചെയ്യാതെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ട് ഇങ്ങോട്ട് എത്താം. പിന്നെ ഏക്ക് കൊണ്ട് സംഭവം മനുഷ്യനെ കൊണ്ട് പറ്റുന്ന എല്ലാതും അയക്ക് പറ്റൂല. എന്താണ് ലൈക്ക് അവിടെയാണ് നമുക്ക് എന്താണ് എഐനെ ട്രാക്ക് ചെയ്യാൻ പറ്റുക. അതായത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാതും എക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണോ റീപ്ലേസ് വരുന്നത്. പക്ഷെ അവിടെ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോ ഇമോഷൻസ് കൊണ്ട് ഒരു പണിയില്ലല്ലോ ഇപ്പൊ ലോകത്ത്. ഒരു പണിയിൽ ഇമോഷൻസ് കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ ആ പണി ഹ്യൂമൻ ഇന്റലിജൻസ് എന്താ, അതിനൊക്കെ റീപ്ലേസ് ചെയ്യും. ചെയ്യും. ആ, ചില കാര്യം- അങ്ങനെയല്ല, നമുക്ക് ഇപ്പൊ ഇമോഷൻ അത് ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതിപ്പോ ഒരു കടക്കാരനായിട്ട് ഒരു എ റോബോട്ടിനെ വെച്ച് ഓക്കെ. ഒരു ഹ്യൂമനായിട്ട് ഒരു കട നടത്തുന്ന ഒരു എ റോബോട്ടും ഒരു കട നടത്തുന്നുണ്ട്. ഒരു കുട്ടിയാണ് വളരെ വിശന്നിട്ട് ആകെ എന്താ പറയാ, ഒരു പട്ടിണിയിൽ പരിപാടിയിൽ ജീവിച്ചൊരു കുട്ടി വന്നിട്ട് ഒരു ഇത് ചോദിച്ചു. കുട്ടീൻ്റെ പൈസ അല്ല, എ റോബോട്ടിന് ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ആ കുട്ടി പക്ഷെ ഒരുപക്ഷെ മരിച്ചേക്കാം ഈ ഭക്ഷണം കിട്ടാതെ. ഈ ഇമോഷൻസ് ഇല്ലാത്ത കേസുകളാണ് എന്ത് വരിക, എക്ക് പ്രോബ്ലംസ് വരിക. ഹ്യൂമനാണെങ്കിലും എന്താക്കും, അത് കണ്ടറിഞ്ഞ് കൊടുക്കാൻ പറ്റും. ഒരിക്കലും ഒരു വിശപ്പ് ഒരു എക്ക് അളക്കാൻ പറ്റില്ല, ഒരു വിഷം എക്ക് അളക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളാണ് എ ഫെയിൽ ആവുക. അതായത് അതിന്റെ സെറ്റ് ചെയ്ത സംഭവങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് മുഖത്ത് കാണുന്ന ഇമോഷൻസ് അതിന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി നമ്മളെ ഡാറ്റ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ള പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ സ്മൈൽ ചെയ്യാം, ഇപ്പൊ ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഒരിക്കലും പറ്റില്ല. ഒരു ഡീപ്പ് ഇൻസൈഡിലുള്ള സംഭവം ട്രാക്ക് ചെയ്യാൻ പറ്റൂല എന്നാണ് നമ്മളെ വട്ടാഞ്ചൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. നമ്മൾ ഉമ്മയാണെങ്കിലും അയ്യോ, ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ഇപ്പോ വേറൊരു ഹ്യൂമണിന് പോലും പറ്റൂലല്ലോ. അപ്പൊ അതെങ്ങനെയാണ്? അത് ശരിയാണ്. പക്ഷെ വിശപ്പ് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ആ കുട്ടി വിശക്കുന്നുണ്ട് പറയുമ്പോ അപ്പൊ എല്ലാരും ആ ട്രാക്ക് വരും അല്ലേ? ഒരിക്കലും ഇല്ല. കേക്ക് കൂടി ചെയ്തിട്ടുണ്ടാവും. $5 ഒരു കേക്ക് കൊടുത്ത് $5 കിട്ടിയാൽ ഈ കേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആ കോഡ് അതിൽ വന്നിട്ടുണ്ടാവും. $5 കുട്ടിനെ ഫുഡ് കൊടുക്കുമ്പോ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്. ഇപ്പൊ ഏക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് സംഭവം കൊടുക്കണല്ലോ അങ്ങോട്ട് എന്തായാലും. ലൈക്ക് അപ്പൊ അത് ഉണ്ടാക്കിയ ആളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ല പ്രോംപ്റ്റ് കൊടുത്താൽ നല്ല സെറ്റപ്പ് സാധനം നമുക്ക് കിട്ടും. ക്രിയേറ്റീവ് തിങ്കിങ് ഇന്നലെ ഒരു പാറ്റേൺ ഇട്ട് ഓർമ്മട്ടോ. ആ പാറ്റേൺ എന്താക്കി, ഹൺഡ്രഡ്സ് ഓഫ് എഡ്ജ് കേസസ് എന്താക്കി ചെക്ക് ചെയ്ത് എന്റെ ആൻസർ കിട്ടിയില്ല. അത് കാരണം അത് റോങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ച് എന്താക്കും ഏത് ക്രിയേറ്റിവിറ്റി വരാൻ തുടങ്ങും. അത് എത്ര 6 മിനിറ്റ് എത്ര എടുത്തില്ലേ? 6 മിനിറ്റ് സംതിങ്. ലൈക് ജെമിനിയിൽ ഇട്ടു, ചാറ്റ് ജിപിടിയിൽ ഇട്ടു, എല്ലാ AI ടൂൾസിലും ടെസ്റ്റ് ചെയ്തു. എന്തെങ്കിലും പാറ്റേൺ നോക്കിയാൽ പാറ്റേണും ആ AI തന്നെ തന്നതാണ്. നിയറസ്റ്റ് ഫ്യൂച്ചറിൽ എന്താക്കാം, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏസ് വരാൻ പറ്റും. അതുപോലെ തന്നെ പറയണ്ട അവരുടെ ചാറ്റ് ജിപിടി മേക്ക് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിയിലായിരിക്കും. അതിന്റെ അടിയിൽ കാണും. അപ്പൊ എല്ലാ മനുഷ്യനും ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ പറ്റില്ലല്ലോ. ഈ ടെക് ഫീൽഡ് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോ AI വന്നാലും പിടിച്ചിക്കാൻ പറ്റിയത്, ലൈക്ക് നമ്മൾ ഈ കാര്യം ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ AI വന്നാൽ നമുക്ക് കുറച്ച് നേരം പിടിച്ച് നിൽക്കാം. അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ലൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പിടിച്ച് നിൽക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, ഈ റിസർച്ചിങ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പിടിച്ച് നിൽക്കാം. അപ്പൊ AI വന്നാലും ലൈക്ക് നമ്മളെ AI ഒപ്പം ആ ഒരു ലെവലിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ഏത് സ്കില്ലാണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ ഏത് ഫീൽഡ് ആണെങ്കിലും എന്താകണം, അതിനായിട്ടുള്ള ബേസിക് നോളജ് ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വൈബ് കോഡിങ് വന്നല്ലോ. ഒരു കോഡ് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു വൈബ് കോഡ് വെച്ചിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. കാരണം അതിന്റെ ബേസിക് ആയിട്ടുള്ള നോളജ്, അതുപോലെ ഫോൾഡർ സ്ട്രക്ചർ എല്ലാം അറിഞ്ഞിരിക്കണം. ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ലെങ്കിൽ എന്താവില്ല, ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. അപ്പൊ എന്താ, എല്ലാ ഫീൽഡിലും ഒരു ബേസിക് നോളജ് ഉള്ള ആൾക്ക് പിടിച്ചേക്കാൻ പറ്റും. ലൈക്ക് ഒരു ആർക്കിടെക്റ്റാണ്, നമ്മൾ ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കണമെങ്കിൽ മിനിമം 2-3 മാസം സമയത്തിലാണ് നമുക്കൊരു പ്ലാൻ വരച്ചത്. ഒരാൾക്കൊരു AI ടൂൾസ് എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ
ആ പ്ലാന് 2 ദിവസം കൊണ്ട് തീർത്ത് കൊടുത്തൂടെ? എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് പണി ശരിയാവും. പണി അറിയണം. പണി അറിഞ്ഞവർക്ക് ഉപയോഗിക്കാൻ. നേരം ചെയ്തില്ല. പക്ഷെ ഇതിപ്പോ നജാദ് പറഞ്ഞ പോലെ വൈറ്റ് കോഡ് കൊണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോ കുറച്ച് കഴിയുമ്പോൾ ഒരു മില്യൺസ് ഓഫ് യൂസേഴ്സ് വന്ന് ആ ഒരു വെബ്സൈറ്റ് ക്രാഷ് ആയി പോയി. പിന്നെ ഇവർക്ക് ഇതെങ്ങനെ ഫിക്സ് ആക്കണം? പിന്നെ പിന്നെ അത് കൊടുത്ത് ആ ഒരു പർട്ടിക്കുലർ എന്താണ് ഇഷ്യൂ എന്ന് അറിയണമെങ്കിൽ ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് കോഡ് മൊത്തം സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇവർക്ക് ആ പ്രൊജക്ടറെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഒരു ബേസിക് നോളജ് ഉള്ള ആൾക്ക് ആ പർട്ടിക്കുലർ ചേഞ്ചസ് വരാം. വരാം. ആ സമയത്ത് വന്നാണ് ലവബിൾ പറയായി. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എവിടെ റൺ ചെയ്യാം. ലൈക്ക് റൺ ചെയ്യാൻ കുറച്ച് ഇതാണ് കോഡ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് VS കൊണ്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിൽ കൊണ്ടുപോയി ഇടുക, ലൈക്ക് ഇത് ഹോസ്റ്റ് ചെയ്യാം, അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. അജിത്ത് പറഞ്ഞ മാതിരി ഇപ്പൊ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാല് കംപ്ലീറ്റ് നമ്മൾ മാറ്റണം. എനിക്കറിയില്ല എവിടുന്നാണ് വന്നത്. ഇപ്പൊ നമ്മളൊരു ക്ലയന്റ് പറഞ്ഞു വർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വെച്ചിട്ട് അയച്ച് കഴിഞ്ഞിട്ട് പോയി എന്തെങ്കിലും മാറ്റം തന്നാല് പിന്നെ നമ്മൾ കംപ്ലീറ്റ് കോഡ് കൊടുക്കേണ്ടി വരും. ഇവർക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് കോഡ് പ്രോംപ്റ്റ് കൊടുക്കുക, ആ ഒരു ഇത് കിട്ടാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളത്. അങ്ങനെ അത് ഇപ്പൊ നമ്മള് എല്ലാരും ടെക് ഫീൽഡിലാണ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, അതൊക്കെ AI കൊണ്ടുപോലെ ഇപ്പോഴൊക്കെ ചെയ്തിട്ട് എന്താ. ഞാനൊക്കെ അവിടെ വരുമ്പോ എനിക്ക് ഫേസ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്മൾ ഡെവലപ്മെന്റ് കാര്യങ്ങളാണ് AI-ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഇപ്പൊ ചോദിച്ചത്. ഞങ്ങള് രണ്ടാളും ഒപ്പാണ് അവിടെ നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ വന്നത്. ആ സമയത്ത് ചോദിക്കാൻ വേണ്ടിട്ട് ഉളപ്പം ഇങ്ങനെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളിപ്പോ ഇത് പഠിച്ചുണ്ടാക്കി നിങ്ങളൊരു ജോബിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ AI കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, അപ്പൊ എന്താ നിങ്ങൾ ചെയ്യാന്ന്. അന്ന് ഞമ്മക്ക് ആൻസർ ഇല്ലേനു. അന്ന് ഞങ്ങൾക്ക് ആൻസർ ഇല്ലേനു. ഇന്ന് അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ചെയ്തുകൊണ്ട് ലൈക്ക് നമുക്ക് കുറച്ച് ചെറിയൊരു ബേസിക്കലും ഉണ്ടാവും. ലൈക്ക് എങ്ങനെ വന്നാ എന്ത് വന്നാലും പെട്ടെന്ന് പഠിക്കുക, ആ ഒരു മെന്റാലിറ്റി പോലെ ഇറങ്ങി. ലൈക്ക് എക്സാമ്പിൾ ഒരു ഇന്റർവ്യൂ, ലൈക്ക് ഏത് നോക്കിയാലും ഇന്റർവ്യൂവിന്റെ ബേസിൽ ഈ ടെക് ഫീൽഡിൽ ആൾക്കാർ ഇപ്പോ HR ഇന്റർവ്യൂ നടക്കുകയാണ്. അതിലിപ്പോ ഈ സംഭവം അറിയോ ചോദിച്ചാല് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈവനിങ്ങുള്ളിൽ ഞാൻ വേണമെങ്കിൽ പഠിച്ചിട്ട് റെഫറൻസ് കാര്യങ്ങൾ തരാറ്. ആ ഒരു മെന്റാലിറ്റി കിട്ടിയിട്ടോ ടെക് ഫീൽഡിൽ വന്നിട്ട്. അതുണ്ട്. അപ്പോ നേരത്തെ അമ്മയും പറഞ്ഞു ഇപ്പൊ ലവബിൾ എന്ന് പറഞ്ഞ ഒരു AI. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കോഡ് പേസ്റ്റ് ചെയ്താല് ആ ഒരു കോഡ് അനലൈസ് ചെയ്ത് അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും. പക്ഷെ ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലേറ്റസ്റ്റ് അല്ല എന്നാലും റീസെന്റ് ആയിട്ട് ഞാൻ ഒന്ന് കണ്ട ആന്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഒരു AI ടൂള്. ആന്റി അപ്പോൾ അത് എന്ന് പറഞ്ഞാല് അതൊരു ആപ്ലിക്കേഷൻ പോലെയാണ്. നമ്മളിപ്പോ അതിലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയാണോ ഒരു നമ്മളിപ്പോ അതായത് ഒരു അഡ്വാൻസ് രീതിയിൽ ഇപ്പോ നമുക്കിപ്പോ മില്യൺസ് ഓഫ് യൂസേഴ്സ് വരുന്ന രീതിയിലുള്ള ആർക്കിടെക്ചർ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ നമുക്കിപ്പോ ബഗ് ഉണ്ടെങ്കിൽ ആ ഒരു ബഗ് പറഞ്ഞു കൊടുത്താൽ ഏത് ഫോൾഡറിലാണ് ഏത് ഫയലിലാണ് ആ ബഗ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് അത് ഓട്ടോമാറ്റിക്. ഇത് നമ്മൾ ആക്ച്വലി ഇതിനെ പറ്റി ഒരു 2 weeks മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ AI ടൂൾസിന് എല്ലാവർക്കും പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം, നമുക്കിപ്പോ കോഡൊക്കെ തരാം. പക്ഷെ ഫോൾഡർ സ്ട്രക്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂൾ ഇല്ലാന്ന് എന്നോ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കണം. പക്ഷെ അതും വന്നു ഇല്ല. ഫോൾഡർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോൾ ക്ലീൻ ആർക്കിടെക്ചർ അതേപോലെ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അത് കുറെ യൂസേഴ്സ് വരുമ്പോൾ അതേപോലെ സോളിഡ് പ്രിൻസിപ്പിൾ എത്ര AI എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ AIയോട് സോളിഡ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ അത് ജസ്റ്റ് അതാണ് ഇഷ്യൂ വരുന്നത്. അതുണ്ട്, നമുക്കൊരു ഐഡിയ വേണം. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ പ്രൊജക്ട് എന്തോ ഒരു ഇത് ചെയ്തപ്പോ ഇങ്ങനെ ക്ലീൻ ആർക്കിടെക്ചർ ആണ്. അപ്പൊ ബേസ് റെപ്പോസിറ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാനൊരു ഇതേപോലെ ഒരു യൂസർ റെപ്പോസിറ്ററിയിൽ ബേസ് ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ എന്നോട് ChatGPT പറഞ്ഞു അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമല്ല. പിന്നെ ഇപ്പൊ എന്തിനാ ബേസ് റെപ്പോസിറ്ററി. ChatGPT എങ്ങനെ പെട്ടെന്ന് ആ എറർ സോൾവ് ചെയ്യാം. അപ്പൊ ആ എറർ സോൾവ് ആയി. അത് നമുക്ക് അറിയണോണ്ട് നമ്മള് ഇതാക്കി. അങ്ങനെയുണ്ട്, നമുക്ക് അറിയണം. അല്ലെങ്കിൽ നമ്മള് AI നമ്മള് യൂസ് ആക്കുന്ന മാതിരി AI പറയണ മാതിരിയാണ് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ അതിന്റെ മറ്റൊരു സൈഡ് നമ്മൾ ചിന്തിക്കൂല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാത്തിലും എവിടെ നോക്കുക എവിടെയാണ് ഇപ്പൊ
കുക്ക് ചെയ്യാനാണെങ്കിലും എവിടെ ഇപ്പൊ ബാബി ഷോപ്പിലാണെങ്കിൽ ഇപ്പൊ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എവിടെ പോയാലും പോയില്ല കിറ്റപ്പിലെ ബി എസ് സ്കൂളാണെങ്കിൽ ബി എസ് സ്കൂളിന്റെ നമ്മള് ഒരു പ്രൊജക്ട് എടുക്കാൻ നോക്കുമ്പോ എവിടെ നോക്കിയാലും മിനിമം പ്രൊജക്ട് ഒരു ചാറ്റ് ബോട്ട് എങ്കിലും ഉണ്ടാവും ഏതൊരു ഏ. ആപ്ലിക്കേഷൻ. അതുണ്ട്. അത് എന്താ വെച്ചാല് മനുഷ്യന്മാർക്ക് മനസ്സിലായി എല്ലായിടത്തും AI വന്നു, അതില്ലാതൊരു ഇപ്പൊ സർവൈവ്. നമ്മളൊരു പുതിയ ആപ്ലിക്കേഷനിൽ കയറി അതില് ഇപ്പൊ ആ ആപ്ലിക്കേഷനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ആ ചാറ്റ് ബോട്ടിൽ കയറിയിട്ട് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തം ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ നമുക്കിപ്പോൾ ആ ആപ്ലിക്കേഷൻ വേറൊരു വീഡിയോ അങ്ങനെ എന്ത് കണ്ട് റെഫർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ചാറ്റ് ബോട്ടിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കാം. അതൊരു നല്ല അതിപ്പോ കൊറേ വെബ്സൈറ്റിലുണ്ട് എല്ലാ വെബ്സൈറ്റിലും മിനിമം ഒരു ചാറ്റ് ബോട്ട് എങ്കിലും ഉണ്ട് ഇപ്പൊ. ഒരു നെയിമിലൊക്കെ. പക്ഷെ ചിലതൊക്കെ പ്രീമിയം അല്ലേ, ചാറ്റ് ബോട്ട് പെയ്ഡും ഉണ്ട്. അതൊരു കൈൻഡ് ഓഫ് ബിസിനസ് അല്ലേ, ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് ചെയ്യണമെന്നൊക്കെ. Like ആ വെബ്സൈറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ യെസ്. ഇപ്പൊ എവിടെയാണ് ലിമിറ്റ് ഉണ്ടാവും ഫ്രീ ആയിട്ട്. അതിനപ്പുറം യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ക്ലൗഡ് ആണെങ്കിലും ടൈം വെയിറ്റ് ചെയ്യണല്ലോ, അല്ലെങ്കിൽ അവിടെ ഫ്രീ മേടിക്കേണ്ടി വരും. അതെ. ഒരു സെറ്റപ്പ് ഇപ്പൊ എല്ലാത്തിലും ഉണ്ട്. കുറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അതിന്. കുറെ മേലുണ്ടാക്കി. ഉണ്ടാക്കുന്നത് ശരിയായി. പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പെർപ്ലസിറ്റി ആ നമ്മളെല്ലാം ലിങ്ക് ഞാൻ അത് റെഫർ ചെയ്തതിനാ ആദ്യം ഒരു $3 $3 ഇന്ത്യൻ ബേസ് ആണെങ്കിൽ $3, US ആണെങ്കിൽ 15-20 ആ റേഞ്ച്. ലൈക്ക് UAE ഒക്കെ ആണെങ്കിൽ 10, ഖത്തർ 5. നല്ലൊരു ബിസിനസ് ലൈക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെ സംഭവം. പെർപ്ലസിറ്റി പറഞ്ഞ സാധനം ആർക്കും അറിയില്ലേ. അതിന് ശേഷം ഞാൻ പിന്നെ കമ്പനിക്കാരനെ വിളിച്ചു, എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ആള് ഓരോ കോളേജിലൊക്കെ മൊത്തം വയറിലായിരുന്നു. ഒബ്വിയസ്ലി പൈസ ഇട്ടില്ല. അത് ഡോളർ ഡോളർ നല്ലതാണല്ലോ. ഞാന് ഇത് $24, 2000 സംതിങ് റുപ്യ ഉണ്ടാക്കി. പൈസ അവിടെ കണ്ട അവിടെ നമ്മളുണ്ടാവും. നല്ലൊരു മാർക്കറ്റിംഗ് ആയിരുന്നു അത്. കാരണം മാർക്കറ്റ് നോക്കിയാൽ ഇപ്പൊ ഇന്നലെ ക്രിസ്ത്യാനിറ്റി ഒരു ലിങ്ക് ചെയ്തിട്ട് സ്പോൺസറായി അല്ല, ഒരു ഷെയർ ഹോൾഡറായി ക്രിസ്ത്യാനോ. ക്രിസ്ത്യാനോ എന്നൊക്കെ പറഞ്ഞാൽ കുറെ ആൾക്കാര് ലൈക്ക് റോൾ മോഡൽ കൈൻഡ് ഓഫ് ആളല്ലേ, അപ്പൊ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു രീതിയിലല്ലേ ആലോചിച്ചൊക്കെ ഓരോ ഒരു സ്ട്രാറ്റജിയിലെ ആ എക്സ്പോസർ കിട്ടാൻ വേണ്ടിട്ട് അവര് ചെയ്ത ഇതിന്റെ ബേസ്, ഈ ന്യൂസിന്റെ ബേസിൽ തന്നെ കുറെ ആൾക്കാർക്ക് ഇപ്പൊ പെർപ്ലസിറ്റി അറിയണ കേസ് വരും. പക്ഷെ ഓല് അഡ്വർടൈസ്മെന്റിലല്ല കയറാൻ നോക്കുന്നത്. അതെന്തുകൊണ്ടേക്കാരം ലൈക്ക് ഇപ്പൊ നമ്മൾ ChatGPT ഒന്നും അങ്ങനെ അഡ്വർടൈസ് ചെയ്ത് വന്നൊന്നുമല്ല, നമ്മളെ യൂസ് ചെയ്ത് അത് ഇങ്ങനത്തെ എത്രയോ AI ടൂൾസ് ഇല്ലേ, അതുകൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചാറ്റിന്റെ കേസ് ആണെങ്കിൽ ഓരാണ് ഇങ്ങനെ സാധനം തുടങ്ങി തുടങ്ങിയത്. വെച്ചത്. അതിന്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക് എല്ലാ കാര്യം പിന്നെ കമ്പ്യൂട്ടർ ഫ്രീ ആണ്, ആൾക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ഓർക്കാണെങ്കിൽ ഒരു ബോണസ് പോയിന്റ് ആണെങ്കിൽ പറയാം, പെയ്ഡ് കാര്യങ്ങളില്ലാന്ന് പറയാണെങ്കിൽ കയറിപ്പോയി. പക്ഷെ പെർപ്ലസിറ്റി ഒക്കെ ആണെങ്കിൽ ഇതുവരെ ചെയ്യാത്തൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ കൊടുക്കുന്നുണ്ട് വേറെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കയറി പൊടിച്ച് കുറെ ആൾക്കാർ നല്ല പൈസ ഉണ്ടാക്കിയേക്കും. ഞാൻ ഇപ്പൊ ദിവസമായി യൂസ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിന് കിട്ടുന്ന റിസർച്ച് ഓരോ കുറെ സോഴ്സും കാര്യങ്ങളും തരും, വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ. അത് നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇമേജും കാര്യങ്ങളും ലിങ്ക് ആണെങ്കിലും എല്ലാം ബ്രൗസർ ഫോർമാറ്റ് ആയിട്ട് ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആക്കി വെച്ചാൽ ക്രോം എന്ന് പറഞ്ഞ ഒരു ബ്രൗസറിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? അത് എനിക്കറിയില്ല അതെങ്ങനെ. എങ്ങനെ ഇത് അത് അതിന്റെ ക്രോം പോലെ ഒരു ബ്രൗസറാണ്. നമ്മളിപ്പോ ഡിഫോൾട്ട് ആക്കി വെച്ചാൽ നമ്മളിപ്പോ ക്രോം ഓപ്പൺ ആവണ പോലെ ഇത് ഓപ്പൺ ആയിട്ട് അതേപോലെ ഈ കോമന്റ് എന്ന് പറഞ്ഞതും പുതിയതാ, വലിയൊരു ബ്രൗസറാണ്. ഇതിനു വേണ്ടിട്ട് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഗൂഗിളൊക്കെ പോലെ ബ്രൗസർ, അതേപോലെ തന്നെ ബ്രൗസർ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യാം. AI ബ്രൗസർ എന്നൊക്കെ പറയാം. അപ്പൊ നല്ല കാര്യം. വിഷ്വൽസ് ഗെയിംസ് കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു അറിയില്ല. ഗെയിംസ് ആണോ? അതായത് കോമന്റ് നമ്മള് പുറത്ത് ഗാലക്സിന്റെ പുറത്ത് നമ്മളൊരു പ്ലാനറ്റ് വെച്ച് നമ്മൾ കളിക്കാൻ കുട്ടികൾക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ Okay. അല്ലേ കോഡിങ് ടെക് ആ ഒരു എറർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുണ്ടല്ലോ. അപ്പൊ ഒത്തും നോക്കി മാറിയിട്ടാക്കാൻ പോണത്. ഇപ്പോഴും ഫസ്റ്റ് പ്രൊജക്റ്റിന്റെ സമയത്ത് നമ്മള് റൗട്ട് കൊടുക്കല്ലോ, ലൈക്ക് ഇപ്പൊ ടെക് ഫീൽഡിലെ ആൾക്കാരാണ് മനസ്സിലാവും. ഇപ്പൊ നമ്മള് റൗട്ട് കൊടുക്കുന്ന സമയത്ത് സ്ലാഷ് മാറിയിട്ട് ഞാൻ 1.5 റീസെറ്റ് ആയിരുന്നു നിങ്ങളെ കണ്ടത്. മൂന്നാമത്തെ ദിവസം റിവ്യൂയാണ്, റിവ്യൂ ഫുള്ള് പ്രിപ്പയർ ആക്കണം. നോക്കുന്ന സമയത്ത് എങ്ങനെ പോലും വർക്ക് ആവില്ല. ഇതൊരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോൾ ബ്രേക്ക് ആവും. കോഡ് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നമുക്ക് ഈ റൗട്ടും ശ്രദ്ധിക്കൂലല്ലോ, ഫുൾ ആ റൗട്ടിക്കെല്ലാം പോവാ, മീൻസ് കൺട്രോൾ ആ ഒരു മീൻസ് കോഡിക്കെല്ലാം പോവാ. സർവീസ് വൈസ് കോഡ് പോകുമ്പോൾ ഒരിക്കലും റൗട്ട് നോക്കില്ല. റൗട്ട് കഴിയുമ്പോൾ 1.5 ദിവസം കഴിഞ്ഞിട്ട് വെറുതെ സ്കോഡിങ് സമയത്താണ്
സ്ലാഷ് ഇട്ട് വർക്കാക്കി ഓ ആ ഒരു അങ്ങനത്തെ സമയത്ത് കുറെ കേസും നമുക്കുണ്ടാവും ഇതുണ്ടല്ലോ പറയാം. അതൊരു റെഗുലേഷൻ ഉണ്ടാവും, അത് നന്നായിന്റെ ഒരു സുഖം ഉണ്ടാവും. ഈ പെർപ്ലസിറ്റി ഇല്ലേ അതിന്റെ ഫൗണ്ടർ ഇന്ത്യക്കാരനാണ്. പൈസ ഉണ്ടാക്കട്ടെ. ഇന്ത്യന്ന് ലൈക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും എന്തിന്റെ മോഡലാണെങ്കിലും ലൈക്ക് ഒരു ഇന്ത്യക്കാരുണ്ടാവും. അതുണ്ടാവും സുന്ദരിച്ചൊക്കെ പോലെ. പക്ഷെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒക്കെ പുറത്തേക്ക് പോകും. അല്ലെ അവിടെ പോയിട്ടാണ് ഉണ്ടാക്കുന്നത്. മൈക്രോസോഫ്റ്റിന്റെ എന്താ ബിൽഗേറ്റ്സ് അങ്ങനെ പറഞ്ഞോ എന്ത് ഇന്ത്യയില് ഇന്ത്യക്കാരെ വെറുതെ പറയില്ല എന്ത് അടുത്ത മൈക്രോസോഫ്റ്റ് ഒരു കണ്ടുപിടിക്കുന്നു. ആ സാർ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യില് നമുക്ക് ആണ് സാധനം ഉണ്ടോ പക്ഷെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് ആ ഒരു എക്സ്പോഷർ ഇല്ലായിട്ടാണോ നമുക്കറിയില്ല. Resources വളരെ കുറവാണ്. ഭയങ്കര അത് പുറത്തുനിന്ന് നമുക്ക് ആ ചെയ്യുന്ന കാര്യം നമുക്ക് ഇവിടുന്ന് പുറത്തത്തെ ഒരാൾക്ക് വേണമെങ്കിൽ ഇന്ത്യക്കാരനെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഇതിലുണ്ടാവും. ആ അത് ഇവിടെ പറ്റാത്ത പോലെ ലിമിറ്റഡ് നമ്മളിവിടുത്തെ ആൾക്കാർക്ക് ഒന്നാമത് ഈഗോ ഇഷ്യൂ ആണ്. എന്താണെങ്കിലും എന്തെങ്കിലും പറയോ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് UK യിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പുറത്ത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചെടുക്കാം. നമ്മൾ ഇവിടെ ആരെങ്കിലും ഹെഡ്സെറ്റ് വെച്ചെടുക്കുമോ പുറത്ത്? ഇനിയിപ്പോ നടക്കുന്നൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യും. നമ്മളെന്തിനോട് അങ്ങനെ മാറി പറഞ്ഞിട്ട് കാര്യമില്ല. ഐ തിങ്ക് നമ്മൾ എല്ലാതും കവർ ചെയ്ത് തോന്നൂലേ. Yes, ഇപ്പൊ നമ്മള് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഒരു ബേസിക് നോളജ്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണെങ്കിൽ ആ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ബേസിക് അല്ല ഒരു എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് AI ഹാൻഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. ലൈക്ക് AI നമ്മളെ പണിയെടുക്കാൻ നമ്മൾ അങ്ങോട്ട് AI വെച്ച് പണിയെടുക്കുകയാണെങ്കിൽ മേ ബി നമുക്ക് ചെയ്യാൻ പറ്റും. That's it. Yeah. താങ്ക് യു. ലൈക്ക് അത് എങ്ങനെ തുടങ്ങുന്നുണ്ട് പോഡ്കാസ്റ്റ് കാര്യങ്ങളല്ലേ അതെങ്ങനെ തുടങ്ങിയിട്ട് അറിയില്ല. നമ്മൾ ഓരോരുത്തരെ കാണും ശാരീരിക സംസ്കൃതിന്റെ കാര്യങ്ങളൊക്കെ പൂരുണ്ടായിരുന്നു തുടങ്ങിയാലോ എന്നൊക്കെ തുടങ്ങി. ആ ക്വസ്റ്റ്യൻ ബിഗിനിങ് ഈസ് ദ ആർട്സ് പാട്ട് എന്നൊക്കെ പറയില്ലേ ഒരു ഭയങ്കര പാടി. ഇനി ഇത് കീപ്പ് അപ്പ് ചെയ്ത് പോവാന്നുള്ളതും നമുക്ക് നമ്മളിത് തുടങ്ങാൻ വേണ്ടി നമ്മൾ എത്ര ടേക്ക് എടുത്ത് ഫസ്റ്റ് എത്ര അതല്ല, ഇത് സെറ്റപ്പ് ചെയ്ത ബിഹൈൻഡ് ദ സീൻ കോമഡിയാണ്. നല്ല പണിയാണ്. ലൈക്ക് സംഭവം നൈസാണ്. കാര്യങ്ങൾ കുറെ വർത്തമാനം പറയുന്നത് കുറെ ലൈക്ക് കാര്യം. നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നോർമലി സംസാരിക്കുന്നത്. സോ താങ്ക് യു.